വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ശാലിനിയും വിഷ്ണുമോനും കൂടി ഇനിയൊരു ജീവിതം തുടങ്ങിയാൽ അമ്മയ്ക്ക് സന്തോഷമാകുമെന്ന് ശാരദാമ്മ പറയുമ്പോൾ പരിഗണിക്കാം എന്ന് പറയുകയാണ് ശാലിനി. അന്നേരം ശാരദാമ്മ പറയുകയാണ്, ദേ ഇപ്പോൾ ഞാൻ നിന്റെ അടുത്തുണ്ടായിരുന്നെങ്കിലേ ഒറ്റ കുത്ത് ഞാൻ വച്ച് തന്നേനെ. കാര്യം പറഞ്ഞാൽ ഈ പെണ്ണിന് മനസ്സിലാകില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാലിനി പറയുകയാണ്, എൻ്റെ അമ്മേ, എനിക്ക് ആ കക്ഷിയോട് പിണക്കമൊന്നും ഇല്ല. ആളുമായിട്ടേ ഒരു സമവായത്തിലെത്തുവാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അമ്മ കൂടി അപ്പീൽ നൽകിയ സ്ഥിതിക്ക് ഉറപ്പായിട്ടും ഞാൻ പരിഗണിക്കാം. അന്നേരം ശാരദാമ്മ പറയുകയാണ്, മനസാക്ഷിക്ക് നിരക്കാത്തതായിട്ട് ഒന്നും ചെയ്യരുത് മോളെ. പിന്നാലെ വരുന്ന സ്നേഹം ഒരിക്കലും തട്ടിക്കളയാൻ പാടില്ല. എൻ്റെ മോൾക്ക് സാമാന്യ ബുദ്ധി ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തിൽ ഞാൻ ഫോൺ വയ്ക്കുകയാണ്. ഫോൺ വെച്ച ശേഷം ശാലിനി സ്വയം പറയുകയാണ്, അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്കിടയിലുള്ള മഞ്ഞുമല അവസാനിപ്പിക്കാനായിട്ട് ഞാൻ മോനെ എളുപ്പമൊന്നും അനുവദിക്കില്ല. അതല്ലേ അതിൻ്റെ ഒരു രസം എന്നൊക്കെ ഓർത്തങ്ങനെ ചിരിച്ച് പടിയിൽ തന്നെ ഇരിക്കുകയാണ് ശാലിനി. തുടർന്ന് കാണിക്കുന്നത് റൂമിൽ ശാലിനി സന്തോഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് കട്ടിലങ്ങനെ ഇരിക്കുകയാണ്. അന്നേരമാണ് അവിടേക്ക് വരുന്നു വിഷ്ണു തന്നെ മൈൻഡ് ചെയ്യാതെ നിൽക്കുമ്പോൾ ശാലിനി പറയുകയാണ്, അതെ, രാജീവ് സാറ് വന്ന് ശാരികേച്ചിയെ കൂട്ടിക്കൊണ്ടു പോയെന്ന്. ഷെടാ, അത് വലിയ കുഴപ്പമായല്ലോ എന്ന് വിഷ്ണു പറയുകയാണ്. അന്നേരം ഒന്നും അറിയാത്ത മട്ടിൽ ശാലിനി ചോദിക്കുകയാണ്, അതെന്തിനാ കുഴപ്പം? അല്ല, ഇനിയിപ്പോൾ തൻ്റെ ശാരികേച്ചിയെ ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കാനാണ്? ദേഷ്യപ്പെട്ട് ശാലിനി പറയുകയാണ്, ഇയാൾ തമാശിക്കല്ലേ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിൻ്റെ വീട്ടിലല്ലേ ഭാര്യ താമസിക്കാറുള്ളത്? ആണോ? ഞാനത് ഓർത്തില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുകയാണ് വിഷ്ണു. വീണ്ടും അതേന്ന് വിളിക്കുകയാണ് ശാലിനി. ഇനിയിപ്പോൾ ഞാൻ എന്താ വേണ്ടത്? രാജീവ് സാറ് ശാരികയെ തിരികെ വീട്ടിൽ കൊണ്ടുവന്ന് വച്ചോ? അയ്യോ, അതല്ല എന്ന് ശാലിനി പറയുമ്പോൾ വീണ്ടും അഭിനയമൊക്കെ കാണിച്ച് വിഷ്ണു ചോദിക്കുകയാണ്, ഷെടാ, അപ്പോൾ ശാരികയെ രാജീവ് സാറ് തിരികെ കൊണ്ടുവന്ന് വിട്ടില്ലേ? അതെന്തു പറ്റി? തന്നെ കളിയാക്കുകയാണെന്ന് മനസ്സിലായി കട്ടിലേക്ക് ഇരുന്ന ശാലിനി പറയുകയാണ്, ഇനി ഞാൻ ഒരു കാര്യവും പറയില്ല മൊരടൻ. ശാലിനിക്ക് തന്നോട് എന്തോ പറയാനുണ്ട് എന്ന് മനസ്സിലാക്കി വിഷ്ണു ശാലിനിക്ക് അടുത്തേക്ക് ചെന്ന് മുഖം കുനിച്ച് ചെവി ചേർത്ത് വെച്ച് പറയുകയാണ്, അതെ, ഇയാൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ അതങ്ങ് തെളിച്ചു പറയൂ. അത് എന്നും പറഞ്ഞ് വിഷ്ണുവിനെ നോക്കി നിൽക്കുകയാണ് ശാലിനി. അന്നേരം വിഷ്ണു ചോദിക്കുകയാണ്, അപ്പോൾ ഒന്നും ഇയാൾക്ക് എന്നോട് പറയാനില്ലേ? എന്ന് വെച്ചാൽ ഞാൻ അത് എന്നും പറഞ്ഞ് തപ്പിത്തടയുകയാണ് ശാലിനി. അന്നേരം കയ്യിലൊക്കെ മടക്കി കുത്തി വിഷ്ണു പറയുകയാണ്, എന്നാലേ ഞാൻ അങ്ങോട്ട് പോവാന്നും പറഞ്ഞ് വീണ്ടും തിരിയുകയാണ്. പെട്ടെന്ന് ശാലിനി ചാടി എഴുന്നേറ്റ് പറയുകയാണ്, അതെ, എനിക്ക് പറയാനുണ്ട്. അന്നേരം തിരിഞ്ഞു നിന്ന് ആകെ ഗൗരവത്തിൽ വിഷ്ണു നിൽക്കുകയാണ്. എന്താ പറയാനുള്ളത്? അതെന്നും പറഞ്ഞ് വീണ്ടും നിൽക്കുകയാണ് ശാലിനി. അന്നേരം വിഷ്ണു വീണ്ടും തലയൊന്ന് കുനിച്ച് ശാലിനിയുടെ മുഖത്തിനടുത്തേക്ക് ചേർത്ത് നിൽക്കുകയാണ്. എന്താ പറയാനുള്ളത്? പറ എന്ന് പറയുന്നു. ഒരു നിമിഷം ആലോചിച്ച് താങ്ക്സ് എന്ന് പറയുകയാണ് ശാലിനി. ഓ, ഇതാണ് താങ്ക്സ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് വിഷ്ണു. എന്നിട്ട് വിഷ്ണു മനസ്സിൽ കരുതുകയാണ്, മിനിമം ഒരു ഉമ്മയെങ്കിലും താടി. പിശാചെന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് ശാലിനിയെ നോക്കുമ്പോൾ ശാലിനിയും മനസ്സിൽ കരുതുകയാണ്, അങ്ങനെ ഇപ്പം സുഖിക്കണ്ട. അതേസമയം ഇവരുടെ റൂമിൻ്റെ വാതിൽക്കലേക്ക് വരികയാണ് സുസ്മിത. ശാലിനി തന്നെ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ മറഞ്ഞു നിൽക്കുകയാണ് സുസ്മിത. പക്ഷേ ശാലിനി സുസ്മിതയെ കാണുന്നുണ്ട്. ഒളിഞ്ഞു നോക്കാൻ വന്നതാണല്ലേ, എങ്കിൽ പിന്നെ നിന്നെ ഒരു സീൻ കാണിച്ചിട്ടേ ഞാൻ വിടുന്നുള്ളൂ എന്ന് മനസ്സിൽ പറയുകയാണ് ശാലിനി. ശാലിനിയിൽ നിന്ന് ഒന്നും കിട്ടില്ല എന്ന് മനസ്സിലായി വീണ്ടും തിരിഞ്ഞു പോവുകയാണ് വിഷ്ണു. അന്നേരം വിഷ്ണുവേട്ടാന്ന് സ്ലോയിൽ അങ്ങനെ വിളിക്കുകയാണ് ശാലിനി. തിരിഞ്ഞു നിൽക്കുന്ന വിഷ്ണു അതിശയപ്പെട്ടും ആശ്ചര്യപ്പെട്ടുമൊക്കെ ശാലിനിയുടെ നേരെ കൈ ചൂണ്ടിട്ട് വിഷ്ണു ഏട്ടനോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം സുസ്മിത കേൾക്കാൻ വേണ്ടി ശാലിനി പറയുകയാണ്, അതെ, എനിക്കെന്താ അങ്ങനെ വിളിച്ചൂടെ? വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് തലയാട്ടി അവിടെ തന്നെ നിൽക്കുകയാണ് വിഷ്ണു. വീണ്ടും സുസ്മിത കേൾക്കാൻ വേണ്ടി ശാലിനി പറയുകയാണ്, അതെ, എന്നാൽ പിന്നെ എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കിക്കേ, എന്തെങ്കിലും കാണുന്നുണ്ടോ? അന്നേരം ശാലിനിയുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് വിഷ്ണു പറയുകയാണ്, കാണുന്നുണ്ട്, 2 ഉണ്ട കണ്ണുകൾ. അന്നേരം ഇതെല്ലാം ശ്രദ്ധിക്കുകയാണ് സുസ്മിത. വീണ്ടും ശാലിനി പറയുകയാണ്, അതെ, എൻ്റെ കണ്ണിലെന്തോ പോയി. വീണ്ടും വിഷ്ണു ചോദിക്കുകയാണ്, പോയാൽ പിന്നെ കിട്ടില്ലല്ലോ, പിന്നെന്ത് ചെയ്യും? അന്നേരം ശാലിനി പറയുകയാണ്, അതല്ല, അതൊന്ന് എടുത്തു തരണം. എന്നിട്ട് ഉറക്കെ ശാലിനി പറയുകയാണ്, അതല്ലേ ഒരു ഭർത്താവിൻ്റെ കടമ. ഒന്നും മനസ്സിലാകാതെ വിഷ്ണു ചോദിക്കുകയാണ്, എടുത്തു തരണമെന്ന് പറഞ്ഞാൽ ഞാനെന്താ കണ്ണിലേക്ക് എടുത്ത് ചാടണമോ? വീണ്ടും സുസ്മിതയെന്ന് ഒളി കണ്ണിട്ട് നോക്കിയിട്ട് ശാലിനി പറയുകയാണ്, അതൊന്നും വേണ്ട, ഇയാളൊന്ന് ഊതി തന്നാൽ മതി.
സന്തോഷത്തോടു കൂടി വിഷ്ണു എവിടെ കാണട്ടെ, ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ് വിഷ്ണുവിൻ്റെ കൈ കൊണ്ട് ശാലിനിയുടെ മുഖം ഇങ്ങനെ നിവർത്തുകയാണ്. അന്നേരം സുസ്മിതയൊക്കെ നോക്കിയിട്ട് ശാലിനി പറയുകയാണ്, പതുക്കെ വേണം കേട്ടോ, എനിക്ക് വേദനിക്കരുത്. അന്നേരം ചിരിച്ച് വിഷ്ണു ചോദിക്കുകയാണ്, ഊതുമ്പോൾ എങ്ങനെയാടോ വേദനിക്കുന്നത്? വീണ്ടും സുസ്മിത കേൾക്കാൻ വേണ്ടി ഒന്ന് വേഗമായിക്കോട്ടെ എന്ന് ഉച്ചത്തിൽ പറയുകയാണ് ശാലിനി. ആ ശരി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വിഷ്ണു ശാലിനിയുടെ കണ്ണിലേക്ക് അങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ഇതൊക്കെ കണ്ട് ആകെ കലിതുള്ളി സുസ്മിത അവിടെ നിന്നും പോകുന്നു. സുസ്മിത പോയി എന്ന് മനസ്സിലാക്കിയ ശാലിനി വിഷ്ണു അങ്ങനെ മുഖം ശാലിനിയുടെ മുഖത്തേക്ക് അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് വിഷ്ണുവിനെ തള്ളി അങ്ങ് കട്ടിലേക്ക് ഇടുകയാണ്. കട്ടിലേക്ക് വീണ വിഷ്ണു അയ്യോ എന്ന് വിളിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, മതി മതി, ഇയാളൊന്ന് പോയേ, അതിന് താനല്ലേ പറഞ്ഞത് ഊതി തരണമെന്ന്. അന്നേരം ശാലിനി പറയുകയാണ്, മതി മതി, ഇയാൾ ഊതിയതൊക്കെ മതി, ഊതാനല്ലല്ലോ ഇയാളുടെ ഉദ്ദേശം, അത് മതി എന്ന് പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, അതിന് ഞാൻ ഊതിയില്ലല്ലോ, കണ്ണിലെ കരട് പോയില്ലല്ലോ. ഇയാളാണ് ഇപ്പോൾ എൻ്റെ കണ്ണിലെ കരടെന്ന് കട്ടിലേക്ക് ഇരുന്ന് പറയുകയാണ് ശാലിനി. അന്നേരം ആകെ ദേഷ്യപ്പെട്ട് വിഷ്ണു പറയുകയാണ്, ഈ ജന്മമുണ്ടല്ലോ എനിക്ക് ആകെ ദേഷ്യം വരുന്നു. അന്നേരം ശാലിനി പറയുകയാണ്, അതൊക്കെ മതി, ഇയാൾ വേണമെങ്കിൽ പോയി ഫ്രഷ് ആയിട്ട് വാ. കരടല്ലടി, നിന്റെ ഉണ്ട കണ്ണിൽ ഞാൻ കരിങ്കല്ല് കെട്ടി താഴ്ത്തും എന്ന് പറയുകയാണ് വിഷ്ണു. അന്നേരം എന്താന്ന് ചോദിക്കുകയാണ് ശാലിനി. ഒന്നുമില്ല എന്ന് പറഞ്ഞ് പോകുന്നു വിഷ്ണു. പോകുമ്പോഴും വിഷ്ണു ഇലയിട്ടിട്ട് ഊണില്ല എന്ന് പറഞ്ഞ പോലെയായി കരിങ്കല്ല് എന്നൊക്കെ പറയുകയാണ്. അന്നേരം വാതിൽക്കലേക്ക് നോക്കി ശാലിനി ചിന്തിക്കുകയാണ്, സുസ്മിതയ്ക്ക് വേണ്ടത് കിട്ടിയെന്ന് തോന്നുന്നു. ഭാര്യ ഭർത്താക്കന്മാരുടെ റൂമിലേക്കാണ് അവളുടെ ഒരു ഒളിഞ്ഞു നോട്ടം. അതേസമയം അകത്ത് ബാത്റൂമിൽ പാട്ടൊക്കെ പാടി കുളിക്കുകയാണ് വിഷ്ണു. ആ പാട്ട് കേട്ട് രസിച്ചങ്ങനെ നിൽക്കുകയാണ് ശാലിനി. അതേസമയം റൂമിലെത്തിയ സുസ്മിത ആകെ ദേഷ്യപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അവളെ ഇന്ന് ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഫോൺ ചെയ്ത് മുരുകേശനല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ആളോട് എന്തൊക്കെയോ പറയുകയാണ്, അതൊന്നും കാണിക്കുന്നില്ല. ഫോൺ വെച്ച ശേഷം പറയുകയാണ്, നമ്മൾ തമ്മിലുള്ള എല്ലാ ഇടപാടുകളും ഒറ്റ തീർപ്പിലങ്ങ് തീർക്കുകയാണ് ശാലിനി. മുരുകേശൻ്റെ പാമ്പെടുത്തോളും നിന്റെ ജീവൻ, നീ ഇനി ജീവിക്കണ്ട, അതിനുള്ള അർഹത നീ നഷ്ടപ്പെടുത്തി, ചത്ത് തുലഞ്ഞു പോകും എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് സുസ്മിത. തുടർന്ന് കാണിക്കുന്നത് രാത്രി രാജീവിൻ്റെ വീടാണ്. അവിടെ കട്ടിലിൽ കിടന്ന് ഉറങ്ങുകയാണ് വിജയലക്ഷ്മി. അടുത്ത് തന്നെ തറയിൽ വിഷമിച്ചങ്ങനെ ഇരിക്കുന്നു ശാരിക. അന്നേരം ശാരിക തൻ്റെ കല്യാണം കഴിഞ്ഞതും കുടുംബശ്രീ വന്നതും ഒക്കെ ഓർത്തങ്ങനെ ഇരിക്കുന്നു. തുടർന്ന് അവിടെ ഇരുന്ന് തന്നെ ഉറങ്ങുകയാണ് ശാരിക. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ഉണരുന്ന വിജയലക്ഷ്മി കാണുന്നത് ശാരിക ഇരുന്നങ്ങനെ ഉറങ്ങുന്നതാണ്. ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് വിജയലക്ഷ്മി തലേണയെടുത്ത് ശാരികയുടെ നേർക്ക് എറിയുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇരുന്നുറങ്ങാനാണോടി നിനക്ക് ഞാൻ ശമ്പളം എണ്ണി തരുന്നത്? അത് ഞാൻ ക്ഷീണം കൊണ്ടങ്ങ് കണ്ണടച്ച് പോയതാണ്. അന്നേരം വീണ്ടും ദേഷ്യപ്പെടുകയാണ് വിജയലക്ഷ്മി. ക്ഷീണം കൊണ്ടൊക്കെ കണ്ണടച്ച് പോകുന്നത് അതൊക്കെ അങ്ങ് വീട്ടിൽ. ഇവിടെ നീ ഇരിക്കുകയാണെങ്കിൽ കണ്ണിമ ചിമ്മാതെ എന്നെ നോക്കിക്കൊള്ളണം രാത്രി മുഴുവനും. രാത്രി എനിക്കെന്തെങ്കിലും സംഭവിച്ചാലേ ആരറിയും? അതിനു വേണ്ടിയിട്ടാണ് ഹോം നേഴ്സിനെ നിർത്തിയിരിക്കുന്നത്. ഇനി ഇത് ആവർത്തിച്ചാൽ തുണിയും മണിയൊക്കെ എടുത്ത് ഞാനങ്ങ് പുറത്തിടും. ഏത് പാതിരാത്രിയാണെങ്കിലും ഞാനതൊക്കെ അങ്ങ് ചെയ്യും. ഓർത്തു വച്ചോടി എന്ന് പറഞ്ഞിട്ട് ആ പില്ലോയിങ് എടുത്ത് താടിയെന്ന് ദേഷ്യത്തോടെ വിജയലക്ഷ്മി പറയുന്നു. അന്നേരം തലേണ എടുത്ത് കൊടുക്കുകയാണ് ശാരിക. തുടർന്ന് വിജയലക്ഷ്മി ഉറങ്ങുമ്പോൾ വീണ്ടും സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുകയാണ് ശാരിക. തുടർന്ന് കാണിക്കുന്നത് രാവിലെ ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സുസ്മിത. അന്നേരവും സുസ്മിത തലേ ദിവസം രാത്രി ശാലിനി കാണിച്ചതൊക്കെ ചിന്തിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാനിവിടെ വെറുതെ സമയം ചിലവാക്കുകയാണെന്നാണ് തോന്നുന്നത്. ശാലിനി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് വിഷ്ണുവേട്ടനെ എന്തായാലും കിട്ടില്ല. അതേസമയം സുസ്മിതയുടെ ഫോൺ ബെല്ലടിക്കുമ്പോൾ ഫോൺ നോക്കി സുസ്മിത പറയുകയാണ്, മുരുകേശൻ കറക്റ്റ് ടൈമിലാണ് വിളിച്ചത്. സമയം ഇപ്പോൾ എനിക്ക് അനുകൂലമാണെന്ന് തോന്നുന്നു. മുരുകേശൻ പറയുകയാണ്, ഞാനിപ്പോൾ സത്യാമ്മയുടെ വീട്ടിൻ്റെ മുന്നിലുണ്ട്, ഞാൻ അങ്ങോട്ട് കയറി വന്നോട്ടെ? അന്നേരം പരിഹസിച്ച് സുസ്മിത പറയുകയാണ്, ആ കയറി വന്നോ, ഹാളിലിരുന്ന് ചായയൊക്കെ കുടിച്ച് നമുക്ക് വിശദമായിട്ടങ്ങ് ചർച്ച ചെയ്യാം. ആയിക്കോട്ടെ കുഞ്ഞേ എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് മുരുകേശൻ. ഇയാൾ എന്താ കാണിക്കാൻ പോണേന്നും പറഞ്ഞ് വീണ്ടും ഫോൺ ചെയ്ത് സുസ്മിത ചോദിക്കുകയാണ്, എടോ വിവരദോഷി, താൻ എന്തിനുള്ള പുറപ്പാടാണ്? അതേസമയം മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരികയാണ് ശാലിനി. സുസ്മിത ചോദിക്കുകയാണ്, കയറി വരാൻ പറഞ്ഞ ഉടനെ ഇയാളങ്ങ് കയറി വരികയാണോ? അന്നേരം ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് കുഞ്ഞേന്ന് ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, ഇയാൾ ഗേറ്റിൻ്റെ വെളിയിൽ ഇറങ്ങി നിൽക്ക്, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. ഓ എന്നും പറഞ്ഞ് അകത്ത് മുറ്റത്തേക്ക് കയറിയ മുരുകേശൻ തിരികെ ഗേറ്റിനടുത്തേക്ക് പോവുകയാണ്.
എന്നിട്ട് സുസ്മിത പുറത്തേക്ക് ഇറങ്ങുകയാണ്. അന്നേരം ശാലിനി ചിന്തിക്കുകയാണ് ഇവളിത് എന്തിനുള്ള പുറപ്പാടാണെന്ന്. മുരുകേശനോട് ചെന്ന് സുസ്മിത ചോദിക്കുകയാണ്, ഇയാൾ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? അന്നേരം മുരുകേശൻ പറയുകയാണ്, കുഞ്ഞല്ലേ പറഞ്ഞത് വരാൻ, അതിന് ഇവിടേക്കാണോ വരുന്നത്? അതിനുള്ള മീറ്റിംഗ് പ്ലേസ് ഞാൻ പറയുമായിരുന്നല്ലോ. എന്തായാലും ഞാൻ വന്നു പോയില്ലേ, കുഞ്ഞ് കാര്യം പറയ്. അന്നേരം സുസ്മിത പറയുകയാണ്, കാര്യം ഇയാളുടെ പതിവ് ജോലി തന്നെ. ഇയാളുടെ കയ്യിലുള്ള ഏറ്റവും വിഷമുള്ള ഒരു പാമ്പിനെ എനിക്ക് വേണം. അന്നേരം മുരുകേശൻ ചോദിക്കുകയാണ്, എന്തിനാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ ആൾ ആരാണെന്ന് എനിക്കറിയണം. ഇത് സത്യാമ്മയുടെ വീടാണ്. ആ കുടുംബത്തിലുള്ള ആരെങ്കിലും ആണെങ്കിലേ മുരുകേശനും കൂടി തൂങ്ങും. പോലീസും കേസുമൊക്കെ ആയിട്ട് ഈ പ്രായത്തിൽ എനിക്ക് വയ്യ കുഞ്ഞേ. ഭാര്യയെ ഒരുത്തൻ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊന്നതിന് പിന്നാലെ ഇത്തരം സംഭവങ്ങളെയൊക്കെ ആളുകൾ സംശയത്തോടെയാണ് കാണുന്നത്. അത് ശരിക്കും വീട്ടിനുള്ളിൽ വെച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അന്നേരം സുസ്മിത പറയുകയാണ്, സത്യാമ്മയുടെ കുടുംബത്തിലെ ആരും അല്ല. ഇത് വെറും ഒരു പാമ്പ് കടിച്ചോ ഇടിവെട്ടിയോ ഇവളെ ചത്താലേ ആരും സങ്കടപ്പെടുകയും ഒന്നുമില്ല, സന്തോഷിക്കുകയും ചെയ്യൂ. ഇതിപ്പോൾ സത്യാമ്മയുടെ മരുമകളാണ് ആള്. സത്യാമ്മയ്ക്കാണെങ്കിൽ അവളെ കണ്ണു കീറിയ കണ്ടൂടാ, ഒരു ചായക്കടക്കാരിയുടെ മോളാണ്. ചത്താൽ ഒരു പട്ടി പോലും ചോദിക്കാനില്ല. പകരം ഇയാളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ ക്രെഡിറ്റ് ചെയ്യാൻ പോകുന്നത് ലക്ഷങ്ങളാണ്. ഇയാൾ പറഞ്ഞതുപോലെ പാമ്പിനെ തപ്പി കാട്ടിൽ അലയുകയും പിടി വീണാൽ ജയിലിൽ നരയിക്കുകയും ഒന്നും വേണ്ട. ശിഷ്ടജീവിതം സുഖമായി കഴിയാം. ഇയാൾക്ക് ഇങ്ങനെയൊരു ഇടപാടിൽ സ്വപ്നം പോലും കാണാൻ കഴിയാത്തത്ര പണമാണ് ഞാൻ തരാൻ പോകുന്നത്. ഇനി പറയാ കാര്യങ്ങൾ എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഒരു പെട്ടി എടുത്തിട്ട് മുരുകേശൻ പറയുകയാണ്, എൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും വിഷം കൂടിയ ഇനമാണ് ഈ കൂടയിലുള്ളത്. ഒരാഴ്ചയ്ക്ക് മുമ്പ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനടുത്തുള്ള പൊന്തയിൽ നിന്നാണ് ഇവൻ എൻ്റെ പിടിയിലാകുന്നത്. ഒരാഴ്ചയായിട്ട് ഇവൻ ഭക്ഷണം കിട്ടാതെ വിശന്ന് വലഞ്ഞ് നിൽക്കുകയാണ്. കടിച്ചാൽ മരണം ഉറപ്പ്. എവിടെ കാണട്ടെ എന്ന് സുസ്മിത ചോദിക്കുമ്പോൾ ദൂരെ നിന്നും ശാലിനി പെട്ടെന്ന് ഫോണുമായിട്ട് വിളിച്ചു പറയുകയാണ്, ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നിൽക്കണം, അവനും കൂടി ഫ്രെയിമിൽ വന്നോട്ടെ. ഇതെല്ലാം ഷൂട്ട് ചെയ്ത് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു ശാലിനി ഫോട്ടോ എടുക്കുന്നതൊക്കെ കണ്ട് ആകെ പേടിച്ചു നിൽക്കുകയാണ് സുസ്മിതയും മുരുകേശനും. രണ്ടുപേർക്കും ജയിലിൽ കഴിയാൻ ഇത് ധാരാളം മതിയെന്ന് ശാലിനി പറയുന്നു. അതിനുശേഷം അവരുടെ അടുത്തേക്ക് വരികയാണ് ശാലിനി. അത് പിന്നെ എന്നൊക്കെ സുസ്മിത പറഞ്ഞു നിൽക്കുമ്പോൾ സുസ്മിതയുടെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ് ശാലിനി. അത് കണ്ട് അയ്യോന്ന് വയ്ക്കുകയാണ് മുരുകേശൻ. അന്നേരം സുസ്മിത വീണ്ടും ഞാനൊന്ന് പറഞ്ഞോട്ടെ ശാലിനി എന്ന് പറയുമ്പോൾ മറ്റേ കരണം നോക്കി ശാലിനി ഒന്നുകൂടി പൊട്ടിക്കുന്നു. അന്നേരം സങ്കടത്തോടെ അയ്യോ തല്ലല്ലേ ശാലിനി എന്ന് പറയുകയാണ് സുസ്മിത. അന്നേരം ദേഷ്യപ്പെട്ട് ശാലിനി പറയുകയാണ്, ദേ ഇതൊരു സാമ്പിൾ ഡോസാണ്. ഇനി വീട്ടിലോട്ട് കയറിയിട്ട് നിന്റെ ഫാം ആൻറ്റിയുടെ വക വേറെയുണ്ട്, പിന്നെ പോലീസ് സ്റ്റേഷനിലും ജയിലിലുമുള്ള സുഖവാസം. അങ്ങനെ എത്രയെത്ര അംഗീകാരമാണ് നിന്നെ കാത്തു കിടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മുരുകേശന് നേരെ തിരിയുകയാണ് ശാലിനി. പിന്നെ ഇയാളുടെ കാര്യം, ഇയാൾ മിക്കവാറും അവിടെ കിടന്ന് തന്നെ ചാവും. അന്നേരം ആകെ പേടിച്ചു നിൽക്കുകയാണ് മുരുകേശൻ. പിന്നെ ഇവിടുത്തെ പാമ്പുകൾക്കും കുഞ്ഞുങ്ങൾക്കുമൊക്കെ സ്വൈര്യം കിട്ടുമല്ലോ. അന്നേരം ആകെ സങ്കടപ്പെട്ട് തൊഴുതു മുരുകേശൻ പറയുകയാണ്, എൻ്റെ പൊന്നു കുഞ്ഞ് പൊറുക്കണം, കുഞ്ഞുകുട്ടി പ്രാരാബ്ദങ്ങളൊക്കെ ഉള്ളതാണ്. കാശ് മോഹിച്ച് ഞാൻ ചെയ്തു പോയതാണ്. അന്നേരം ദേഷ്യപ്പെട്ട് ശാലിനി ചോദിക്കുകയാണ്, കാശ് മോഹിച്ച് ഇയാൾ എന്തും ചെയ്യുമോ? ഇയാൾക്ക് എത്ര മക്കളുണ്ട്? അന്നേരം മുരുകേശൻ പറയാണ്, രണ്ടും പെൺകുഞ്ഞുങ്ങളാണ്. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, അതിനുങ്ങളെയൊക്കെ ഇതുപോലെ ആരെങ്കിലും പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയാൽ ഇയാൾ സഹിക്കുമോ? അയ്യോ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണ് കുഞ്ഞെ, മാപ്പാക്കണമെന്ന് തൊഴുതു പറയുകയാണ് മുരുകേശൻ. ഇങ്ങനത്തെ അറിവില്ലായ്മകളൊക്കെ പൊറുക്കാനാണ് നമ്മുടെ സർക്കാർ ജയിലിൽ കെട്ടിയിട്ടിരിക്കുന്നത്. ഇയാളിനി കുറച്ചു കാലം അവിടെ പോയി കിടക്ക്, അറിവൊക്കെ ഉണ്ടായിട്ടേ പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. അന്നേരം ശാലിനിയുടെ കാലിൽ വീണ് മുരുകേശൻ കരയുകയാണ്, അയ്യോ എൻ്റെ പൊന്നു കുഞ്ഞെ ക്ഷമിക്കണം, ഞാൻ ജയിലിൽ പോയ എൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളുമൊക്കെ വഴിയാധാരമാകും. ഇനി മേലാൽ ഞാൻ ഈ പരിപാടിക്ക് നടക്കത്തില്ല കുഞ്ഞെ, മാപ്പാക്കണം എന്നൊക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞ് കരയുകയാണ് മുരുകേശൻ. ഇയാൾ എഴുന്നേക്കെന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് തൊഴുത് വീണ്ടും മുരുകേശൻ പറയുകയാണ്, പൊറുക്കണം കുഞ്ഞെ, എന്തു പ്രായച്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഇയാൾ എന്തും ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ ഓ ചെയ്യും, എന്തു വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുന്നു. അന്നേരം ശാലിനി പറയുകയാണ്, എങ്കിൽ ഇനി മേലാൽ ഈ പണിക്ക് ഇറങ്ങരുത്. ഇനി ഇയാൾ ഈ തൊഴിൽ തുടരുന്നുവെന്ന് ഞാൻ അറിഞ്ഞാൽ ഇയാൾ പിന്നെ പുറം ലോകം കാണില്ല. അയ്യോ ഇല്ലില്ല, ഇന്നത്തോടെ ഞാൻ നിർത്തിയെന്ന് പറയുന്നു. അന്നേരം ശാലിനി പറയുകയാണ്, മാന്യമായിട്ട് തൊഴിൽ ചെയ്ത് ജീവിച്ചോളണം. ജീവൻ കൊടുക്കാൻ കഴിയുന്നവർക്കേ ജീവൻ എടുക്കാനുമുള്ള അധികാരമുള്ളൂ. മാപ്പർഹിക്കാത്ത കുറ്റമാണ് ഇയാൾ ചെയ്തത്. ഇയാളോട് ഞാൻ ക്ഷമിച്ചു വിടുന്നതേ ആ 2 പെൺകുഞ്ഞുങ്ങളെ ഓർത്താണ്.
അവരെ താനായിട്ട് തന്നെ അനാഥരാക്കരുത്. വീണ്ടും തൊഴുതുകൊണ്ട് താണു വീണ് മുരുകേശൻ പറയാണ്, ഇല്ല കുഞ്ഞെ, ഞാനിതൊക്കെ നിർത്തി, ഇനി ഒരിക്കലും ചെയ്യില്ല. എന്നാ പോന്ന് പറയുമ്പോൾ കൂടെയൊക്കെ എടുത്ത് മുരുകേശൻ പറയാണ്, നന്ദി ഉണ്ട് കുഞ്ഞെ, ഇനി ഞാൻ ഈ വഴിക്ക് ഇറങ്ങില്ല. വീണ്ടും സുസ്മിതയുടെ നേരെ തിരിഞ്ഞ് ശാലിനി പറയുകയാണ്, ഇനി നമുക്കിടയിലുള്ള സെറ്റിൽമെൻറ്റ്. അന്നേരം ആകെ പരിങ്ങി നിന്ന് സുസ്മിത പറയുകയാണ്, മുരുകേശനോട് ക്ഷമിച്ച സ്ഥിതിക്ക്. അന്നേരം സ്ഥിതിക്ക് എന്ന് ശാലിനി ചോദിക്കുകയാണ്. വീണ്ടും സുസ്മിത പറയുകയാണ്, അപ്പോൾ എന്നോടും കൂടി ഒന്ന് ക്ഷമിച്ചൂടെ? അയാൾക്ക് വേണമെങ്കിൽ അറിവില്ലായ്മ എന്ന് പറയാം, പക്ഷേ നിനക്ക് അറിവ് കൂടിപ്പോയത് കൊണ്ടാണ് സുസ്മിതേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതങ്ങനെ ക്ഷമിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഫോൺ കറക്കി കാണിക്കുകയാണ് ശാലിനി. അന്നേരം സുസ്മിത ചോദിക്കുകയാണ്, നീ ഇപ്പോൾ ഇത് വെച്ച് എന്താണ് ചെയ്യാൻ പോകുന്നത്? തുടർന്ന് ശാലിനി പറയുകയാണ്, ആദ്യമേ ഞാനിതൊരു പെൻ ഡ്രൈവിലേക്ക് കോപ്പി ചെയ്യും. പിന്നെ അത് നമ്മുടെ TV-യിൽ കണക്ട് ചെയ്യാലേ, സത്യാമ്മയടക്കം എല്ലാവർക്കും ഒരു ആക്ഷൻ മൂവിയുടെ ത്രില്ലിൽ ഇരുന്നങ്ങ് കാണാം. അന്നേരം സുസ്മിത ശാലിനിയുടെ ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയാണ്. ശാലിനി അതങ്ങ് മാറ്റിപ്പിടിക്കുന്നു. എന്നിട്ട് സുസ്മിതയെ തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ്. ഇത്രയും ആകുമ്പോഴേക്കും നാളത്തെ പുതിയ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്